ഇപ്പോൾ ഈ മൃതദേഹം കടന്നു വരുന്ന സ്ഥലമുണ്ട് തിരുവനന്തപുരത്ത്. സൈഫുദ്ദീൻ സൂചിപ്പിച്ച പോലെ സമരങ്ങളുടെ വേലിയേറ്റം നടക്കുന്ന സ്ഥലം, അതാണ് തിരുവനന്തപുരത്ത് ഈ റോഡ്. MG റോഡ് എന്ന് പറയുന്നത് സമര വേലിയേറ്റങ്ങളുടെ ഒരു കേന്ദ്രമാണ്. VS അച്യുതാനന്ദൻ്റെ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്തടക്കം VS അച്യുതാനന്ദൻ്റെ സമര പോരാട്ടങ്ങൾക്ക് VS നേതൃത്വം നൽകിയ സ്ഥലം കൂടിയാണ് ഇത്. എനിക്ക് പെട്ടെന്ന് ഇവിടെ നിൽക്കുമ്പോൾ ഓർമ്മ വരുന്നത് ഒരു സമരമാണ്, VSൻ്റെ ഒരു സമരം. സോളാറുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ വലിയ പ്രക്ഷോഭം നടക്കുന്നു. നിയമസഭയിൽ കത്തിപ്പടരുന്ന രീതിയിൽ പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം അന്ന് നടക്കുന്നു. പ്രതിപക്ഷത്തിൻ്റെ പ്രതിഷേധം നടന്ന ശേഷം മാർച്ചായിട്ട് MLA മാർ മാർച്ചായിട്ട് ഇവിടത്തേക്കാണ്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്തേക്ക് മാർച്ചായിട്ട് വരുന്നുണ്ട്. ഇവിടെ MLA മാരെല്ലാം എത്തിയ ശേഷം MLA മാരെ മാത്രമാണ് എത്തിയത്. അതിന് ഇവിടുത്തെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരും എത്തിയതിന് ശേഷം VS അച്യുതാനന്ദൻ അദ്ദേഹത്തിൻ്റെ കൊറോള കാറാണ്, അന്ന് പ്രതിപക്ഷ നേതാവായിട്ട് ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു ടൊയോട്ട കൊറോള കാറാണ് ഉപയോഗിക്കുന്നത്. അദ്ദേഹം ഇവിടെ വന്നിറങ്ങി, ഈ റോഡിൻ്റെ അപ്പുറത്തെ വശത്ത് വന്ന് ഇറങ്ങി. അപ്പോൾ പ്രതിഷേധത്തിൻ്റെ സ്വഭാവം അങ്ങ് മാറി. പ്രതിഷേധത്തിൻ്റെ സ്വഭാവം മാറുകയും പോലീസും MLA മാരും നേർക്കുനേർ നിന്ന് പോരടിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ ഇതേ സ്ഥലത്ത് അതായത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരാനുള്ള കാര്യം, ഇതേ സ്ഥലത്താണ് ഞാൻ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. VS അച്യുതാനന്ദനും MLA മാരും എല്ലാം അപ്പുറത്ത്, ഞങ്ങൾ മാധ്യമപ്രവർത്തകരെല്ലാം ഇപ്പുറത്ത്. ഈ പ്രതിഷേധത്തിനിടയിൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് പോലീസിൻ്റെ ഭാഗത്ത് നിന്നൊരു കണ്ണീർ വാതകം VS അച്യുതാനന്ദൻ നിൽക്കുന്ന സ്ഥലത്തിന് മുന്നിലേക്ക് വന്ന് വീഴുന്നുണ്ടായിരുന്നു. ഏതാണ്ട് അന്ന് VSന് 86 90 വയസ്സോ ആവുന്നു എന്ന് തോന്നുന്നു, കൃത്യമായ ഏജ് ഓർമ്മയില്ല. 2011-16 കാലയളവിൽ 2014 തോന്നുന്നു ഈ സോളാറിൻ്റെ സമരം നടക്കുന്ന ആ കാലഘട്ടത്തിൽ VSൻ്റെ മുന്നിലേക്ക് വന്ന് വീഴുന്നു. സ്വാഭാവികമായിട്ടും നമ്മളല്ലാത്തവർ, ഇപ്പോൾ യുവാക്കളെല്ലാം ആണെങ്കിൽ പോലും, ഇപ്പോൾ വിദ്യാർത്ഥികളാണെങ്കിൽ പോലും കണ്ണീർവാതകം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നിൽക്കാൻ പറ്റില്ല. നമുക്ക് ശ്വാസം മുട്ടും മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആകെ പ്രശ്നമാകും. അങ്ങനെ VS അച്യുതാനന്ദന് പെട്ടെന്നൊരു ശാരീരിക അസ്വാസ്ഥ്യം ഉണ്ടാവുകയും ഇവിടെ ഉണ്ടായിരുന്ന MLA മാരെല്ലാം അവിടെ VSനെ എടുത്ത് ഇവിടെ നിന്ന് ആംബുലൻസിൽ കൊണ്ടുപോവുകയും ചെയ്തു. അന്ന് അരമണിക്കൂറിന് ശേഷം ഇടതുമുന്നണി പിറ്റേ ദിവസം കേരളത്തിൽ ഹർത്താൽ പ്രഖ്യാപിക്കുകയായിരുന്നു. VS പക്ഷേ പോയി ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് VS ഈ സമരവേദിയിലേക്ക് വീണ്ടും വന്നു. അതാണ് ആ സമര പോരാട്ട വീര്യം എന്ന് പറയുന്നത്. VSൻ്റെ സമര പോരാട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നാണിത്. SFI-കാർ സമരം നടത്തുന്ന സമയത്ത് VS അച്യുതാനന്ദൻ ഇവിടെ വന്ന് ഇരുന്നിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ UDF ഭരിക്കുന്ന സമയത്ത് SFI-കാർ വിദ്യാർത്ഥി പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട ചില സമരങ്ങളുടെ ഭാഗമായിരിക്കുമ്പോൾ VS അച്യുതാനന്ദൻ ഇവിടെ വന്നിരുന്നിട്ടുണ്ട്. VS അച്യുതാനന്ദൻ ഇവിടെ വന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ SFI-യുടെ വിദ്യാർത്ഥികൾക്കൊപ്പം ഇരുന്ന് സമരം ചെയ്തിട്ടുണ്ട്. DYF-കാർ ഇരിക്കുമ്പോൾ സമരം ചെയ്തിട്ടുണ്ട്. സോളാറിൻ്റെ പ്രക്ഷോഭം കേരളത്തിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ സോളാറിൻ്റെ ഒരു പ്രക്ഷോഭമുണ്ട്, സെക്രട്ടേറിയറ്റ് വളയൽ സമരം. അന്നിതിൻ്റെ വലത് സൈഡിൽ ഈ സമര ഗേറ്റിന് മുന്നിലാണ് അന്ന് ഗേറ്റ് സ്ഥാപിച്ചിരുന്നത്. VS അച്യുതാനന്ദൻ അന്ന് ആ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ സമരത്തിലൂടെ വളർന്ന VSൻ്റെ സമര ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തു കൂടിയാണ് VS അച്യുതാനന്ദനെ ഇപ്പോൾ ഇവിടെ നിന്ന് MG റോഡിൽ നിന്ന് കൊണ്ടുവരുന്നത്. VS അച്യുതാനന്ദൻ അങ്ങനെ അവസാനമായി സെക്രട്ടേറിയറ്റിൽ നിന്ന് ഇറങ്ങി സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ കൂടി MG റോഡിന് മുന്നിൽ കൂടി VSൻ്റെ മൃതദേഹം കൊണ്ടുവരുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇത് അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി മാത്രം ഏതാണ്ട് ഒരു 20 മിനിറ്റ് എടുത്തിട്ടുണ്ട്. കാരണം VSന് ഇപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ എന്നെ കണക്ട് ചെയ്തതിന് തൊട്ട് മുമ്പ് 3-4 ആൾക്കാർ വന്ന് ചോദിച്ചത്, ഞങ്ങൾ പാളയത്തെങ്ങാണ് പോയി നിന്ന VSനെ ഒന്ന് നിർത്തി അവർ കാണിക്കൂ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇത് വാഹനം പതുക്കെയാണ് വരുന്നത്, മാത്രമല്ല വാഹനത്തിൻ്റെ കണ്ണാടി മാറ്റിയിട്ടുണ്ട്, അതുകൊണ്ട് VSനെ മൃതദേഹം വെച്ചിരിക്കുന്നത് കൃത്യമായി കാണാൻ കഴിയും എന്ന് പറഞ്ഞു. ഈ റോഡിൻ്റെ 2 വശത്തും ഉണ്ണി ആ ക്യാമറ ഒന്ന് പാൻ ചെയ്താൽ കാണാൻ പറ്റും. ഈ റോഡിൻ്റെ 2 വശത്തും ആൾക്കാർ VSനെ അവസാനമായി കാണാൻ വേണ്ടി ഏതാണ്ട് ഒരു 3-4 മണിക്കൂറോളം VS അച്യുതാനന്ദൻ്റെ പൊതുദർശനം ദർബാർ ഹാളിലുണ്ടായിരുന്നു. അങ്ങനെയാണ് 2 മണിക്ക് ഇറക്കിയത്. പക്ഷേ ഇപ്പോഴും VSനെ അവസാനമായി കാണാൻ വേണ്ടിയുള്ള ജനങ്ങളുടെ ഒരു കൂട്ടം ഈ 2 സ്ഥലത്തും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് VSനോടുള്ളൊരു സ്നേഹം. എന്തിനാണ് VSനെ സ്നേഹിക്കുന്നതെന്ന് ചോദിച്ചാൽ VSൻ്റെ ഒരു സമര പോരാട്ടങ്ങളുടെ ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ VS ചെയ്തിട്ടുണ്ടെന്ന് തോന്നലിൻ്റെ ഭാഗമായിട്ട് കൂടിയായിരിക്കാം ആ സ്നേഹം ഉണ്ടാകുന്നത്. അത് പ്രകൃതിക്ക് വേണ്ടിയുള്ള പോരാട്ടം, സ്ത്രീകളുടെ അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട പോരാട്ടം, അഴിമതിക്കെതിരായ VSൻ്റെ പോരാട്ടം, അങ്ങനെ സമാനതകളില്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ അന്ത്യയാത്ര സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് വരികയാണ്. സമരനായകന് വിട എന്നാണ് ആ ബസ്സിന് മുന്നിൽ എഴുതിയിരിക്കുന്നത്. KSRTC ബസ്സിന് എഴുതിയിരിക്കുന്നത് സമരനായകന് വിട എന്നാണ്. അങ്ങനെ ആ സമരനായകന് വിട നൽകുകയാണ് കേരളം. അത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് പതുക്കെ മുന്നോട്ട് പോവുകയാണ്.
കർഷക തൊഴിലാളികൾ, മണ്ണിൽ പണിയെടുക്കുന്നവർ, കൂലിപ്പണിക്കാർ, അധ്യാപകർ, വിദ്യാർത്ഥിനികൾ, യുവാക്കൾ, അങ്ങനെ മൃതശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, ഓർമ്മകൾ ബാക്കിയാക്കി സഖാവ് VS വിട പറഞ്ഞു. CPIM സ്ഥാപക നേതാക്കളിൽ ഒരാൾ കൊടിയ ദുരാചാര കോട്ടകൾക്കും നീതി തട്ടുപിടിക്കാത്ത നിയമങ്ങൾക്കും ഭീകരമർദ്ദനമുറകൾക്കും മുന്നിൽ കീഴടങ്ങാത്ത ധീരനായ വിപ്ലവകാരിക്ക് മരണമില്ല. പ്രിയപ്പെട്ടവരെ, സഖാവ് VS അച്യുതാനന്ദൻ വിലാപയാത്രയ്ക്കൊപ്പം അദ്ദേഹം യാത്ര ചെയ്യുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ നിന്ന് നേരെ ആലപ്പുഴയിലേക്ക് വരും എന്നാണ് അറിയിച്ചിരുന്നത്. ഇനി അദ്ദേഹം ഇതിനൊപ്പം യാത്ര ചെയ്യുമോ എന്നറിയില്ല. അതിനുള്ള സാധ്യത കുറവാണെന്ന് തോന്നുന്നു. ഒരുപക്ഷെ അദ്ദേഹം നേരെ ആലപ്പുഴയിലേക്കായിരിക്കും വരിക എന്നാണ് VS അച്യുതാനന്ദന്റെ മൃതദേഹമുള്ള ആ യാത്ര, ആ ബസ് MG റോഡിൽ എത്തിച്ചേർന്നിരിക്കുന്നു. VSന്റെ അവസാന യാത്ര, തലസ്ഥാന നഗരിയിലൂടെയുള്ള VSന്റെ അവസാന യാത്ര ഇപ്പോൾ സെക്രട്ടേറിയറ്റിലൂടെ കടന്ന് വരികയാണ്. ഒരുപാട് സമര പോരാട്ടങ്ങൾക്ക് VS നേതൃത്വം നൽകിയ ആ റോഡിലൂടെയാണ് VS അച്യുതാനന്ദൻ ഇപ്പോൾ കടന്നു വരുന്നത്. നിങ്ങൾക്ക് മരണമില്ല. സഖാവ് VS അച്യുതാനന്ദന്റെ മൃതശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര VSന്റെ ഭൗതികദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര തിരുവനന്തപുരത്ത് തുടങ്ങിയിരിക്കുന്നു. ആലപ്പുഴയിലേക്കുള്ള ജന്മനാട്ടിലേക്കുള്ള യാത്രയാണ്. സെക്രട്ടേറിയറ്റിനോട് വിട പറയുകയാണ്, തലസ്ഥാന നഗരിയോട് വിട പറയുകയാണ്. വളരെ പതുക്കെ മാത്രമാണ് ബസ് നീങ്ങുന്നത്. അത് ബസ്സിന് അങ്ങനെ തന്നെ ഒരു പക്ഷേ അത് സജ്ജീകരിച്ചതും അങ്ങനെ തന്നെയാണ്. വഴിയോരങ്ങളിൽ കാത്തുപാർത്തു നിൽക്കുന്ന അസംഖ്യം മനുഷ്യർക്ക് ആ വാഹനത്തിനുള്ളിലേക്ക് ഒരൊറ്റ നോട്ടം അയച്ചെങ്കിലും അദ്ദേഹത്തിന് ഒരു അന്തിമോപചാരം അർപ്പിക്കാൻ തക്ക രീതിയിലുള്ള സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. നേരത്തെ ഇങ്ങനെ ഒരു ബസ്സായിരുന്നില്ല. കുറെ കൂടി അകത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം കാണാൻ, പുറത്തുള്ള ആളുകൾക്ക് കാണാൻ കഴിയുന്ന രീതിയിൽ ചില്ലടക്കമുള്ള സംവിധാനങ്ങൾ മാറ്റി പുതിയ ബസ് വരികയും അങ്ങനെയാണ് വിലാപയാത്ര ഒരല്പം വൈകിയാലും ഇപ്പോൾ ആരംഭിച്ചതും. തലസ്ഥാന നഗരിയുടെ വിദൂര ദൃശ്യങ്ങൾ കാണാം. അണമുറിയാത്ത ഒഴുക്കായിരുന്നു രാവിലെ നമ്മൾ ദർബാർ ഹാളിലേക്ക് കണ്ടതെങ്കിൽ ഇനിയിപ്പോൾ ആ പൊതുദർശനം അവസാനിപ്പിച്ച് ജന്മനാട്ടിലേക്കുള്ള ഈ വിലാപയാത്ര കടന്നു പോകുന്ന വഴിയോരങ്ങളിലുമൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് ഇതേ കാഴ്ച തന്നെയാകും. അനന്തപുരി VSന് വിട നൽകുകയാണ്. സമര പോരാട്ടത്തിൽ തോക്കിന്റെ കലനത്തിലേറ്റ ആ കാണികളുമായി നാടിനു വേണ്ടി എത്ര പതിറ്റാണ്ടുകാലം ഓടി നടന്ന ധീരനായ വിപ്ലവകാരി VS അച്യുതാനന്ദൻ. കുറ്റപ്പുറ സൈബറും അച്യുതാനന്ദൻ എത്ര പതിറ്റാണ്ടുകാലത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ കല്ലുകളുടെയും ചോരകളുടെയും കലൽക്കാടും കത്തുകളുടെയും കരുത്തത്തിന്റെയും സംഘടനയും മന്ത്രിമാരും CPM നേതാക്കളും അടക്കുന്ന പ്രമുഖരെല്ലാം VSനെ ആലപ്പുഴ വരെ അനുഗമിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി മൃതദേഹം അവിടെ എത്തിയതിനു ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയനും ആലപ്പുഴയിലെത്തും. ആ നിലയ്ക്കിപ്പോൾ വിലാപയാത്ര ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ തീരുമാനിച്ച ഒരു സമയക്രമം പാലിച്ചുകൊണ്ട് തന്നെ ആ വിലാപയാത്ര കടന്നു പോകുമെന്ന് ഈ ഘട്ടത്തിലും നമുക്ക് വിചാരിക്കാൻ വയ്യ. കാരണം അതങ്ങനെയാണ്. നമ്മൾ നിശ്ചയിച്ചതുപോലെ ഇങ്ങനെ ഒരു വിലാപയാത്ര മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്രയിലും നമ്മളത് കണ്ടതാണ് ഇതിനു മുമ്പ്. ഒരു നിശ്ചയിച്ചതിലും വിചാരിച്ചതിലും 10 മണിക്കൂറോളം വൈകിയാണ് ആ ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്ര പുതുപ്പള്ളിയിൽ എത്തിയിരുന്നത്. ഒരു അത്രയേറെ സമയം VSൻ്റേതും എടുക്കാനുള്ള സാധ്യതയുണ്ട്. ഈ വഴിയോരങ്ങളിൽ എന്തെല്ലാം തരത്തിലുള്ള വൈകാരിക നിമിഷങ്ങളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്, എന്തെല്ലാം വൈകാരിക നിമിഷങ്ങൾക്കായിരിക്കും സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ നിശ്ചയമില്ല.
അത്രമേൽ ജനങ്ങളോട് അടുത്തു നിന്നിരുന്നൊരു രാഷ്ട്രീയ നേതാവ് വിട പറയുമ്പോൾ സ്വാഭാവികമായും ഒരു വൈകാരികമായ യാത്രയപ്പ് രാഷ്ട്രീയ കേരളം അദ്ദേഹത്തിന് നൽകുന്നു. വിജിൻ വായാന്തോടുണ്ട്. വിജിൻ പതുക്കെ പതുക്കെ നീങ്ങുകയാണ്. ജന്മനാട് ലക്ഷ്യം വെച്ചുള്ള യാത്രയാണ്. എങ്ങനെയാണ് ഈ വിലാപയാത്ര തുടങ്ങുമ്പോൾ തന്നെ വഴിയോരങ്ങളിലൊക്കെ തിങ്ങിക്കൂടി കാത്തുപാർത്തു നിൽക്കുന്ന ജനം VSന്റെ അന്ത്യയാത്രയെ കാണുന്നത്? Thank you.